ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിടിച്ച് പുറത്തേളാൻ പറ ഇവരൊക്കെ. സാറല്ലേ പറഞ്ഞത് ഇവിടെ വന്നാ കൂടുതൽ കച്ചവടം കിട്ടുമെന്ന്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചല്ലേ സാർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? സാറേ കേസ് ഞാൻ നടത്താം, നമുക്ക് ജയിക്കുകയും ചെയ്യാം. സാർ ഒരു വാക്കു പറഞ്ഞാൽ ദാ അവളെ പിടിച്ചു വലിച്ച് ഞാൻ വണ്ടിയിലിട്ട് തരാം. ഇത്രയും പോലീസുകാർ നമ്മളെ കൂടെ നിൽക്കുമല്ലേ സാർ? അതൊക്കെ നമുക്ക് സാവകാശം തീരുമാനിക്കാം. താനിപ്പോ വണ്ടി കയറോ, എന്നിട്ട് എന്നെ പറയുവാ. കേറ്. അല്ല സാറേ, വലിയ ഏമ്മമാരൊക്കെ പോയി കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോ ചെറിയ ഏമ്മമാർക്ക് നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ പറയാം. അല്ല, നമ്മക്കറിയാത്ത വലിയ വലിയ വകുപ്പുകളൊക്കെ ഉള്ളതാണല്ലോ. നോക്കി നിൽക്കാതെ കേരളോ. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. ടെൻഷൻ ഒന്നുമില്ലാതെ അടിച്ചു പൊളിച്ചു വിട. ഇനി നിന്റെ മാമയെ കൊണ്ട് കുറച്ചു നാളത്തേക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ചേച്ചി, ഹേയ്, എന്താ ഇതൊക്കെ? ചേച്ചി താങ്ക്സ്. ആ, ഈ കേസിൽ എന്തെങ്കിലും അവന്മാർ എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പൊ വന്നാ മതി. എന്നാ വിട്ടു. ശരി ചേച്ചി. ശരിയെന്നോ? ശരി. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ അങ്ങ് പോയി. അവനങ്ങനെ അടങ്ങിയിരിക്കുന്നു തോന്നില്ല. വരട്ടെ. വേണ്ടി വന്നാ ഇനി അവനെ നിയമം കൊണ്ട് മാത്രമല്ല, മുഷ്ടി കൊണ്ട് നമുക്ക് നേരിടാം. അതിലേവൻ നിൽക്കൂ. ഇതിനെത്രയാന്നാ പറഞ്ഞേ? 45 രൂപയാ. പക്ഷേ ഞാനിവിടെ 35 രൂപയ്ക്ക് തരാം. 35 രൂപയോ? ഇതിനൊക്കെ ഇത്ര വിലയുണ്ടോ ചേച്ചി? ശുദ്ധമായ എണ്ണ ഈ പാചകം ചെയ്തതാ, അതുകൊണ്ടാ ഈ വില മേടിക്കുന്നേ. ചുമ്മാ കള്ളത്തരം പറഞ്ഞ് കച്ചവടം പിടിക്കല്ലേ ചേച്ചി. അയ്യോ, വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കിടക്കുന്ന സമയത്ത് ശുദ്ധമായ എണ്ണയിൽ പൊരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾ മണ്ടന്മാരാണോ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാൻ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിന്റെ പുറത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ല, എക്സ്പയറി ഡേറ്റ് ഇല്ല, കമ്പനി പേര് പോലും ഇല്ല. എന്നിട്ട് ശുദ്ധമായ എണ്ണയിൽ പൊരിച്ചതാണെന്ന് അവകാശവാദവും. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. മനുഷ്യനെ പറ്റിക്കുന്നതിന് ഓരോരോ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക. ശുദ്ധമായ എണ്ണയെ പൊരിച്ചതാണെന്ന്. അയ്യോ, സത്യമാണ് ഞാൻ പറയുന്നത്. പോലീസ് വരട്ടെ. കമ്പനിയുടെ പേരില്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ ആരാ ഇവർക്ക് അധികാരം കൊടുത്തതെന്ന് അറിയണമല്ലോ. സണ്ണി, പോലീസിനെ വിളിക്കാം. അയ്യോ, ചതിക്കരുത്. ഇത് കുടുംബശ്രീ ഉൽപ്പന്നം പോലെ ഉണ്ടാക്കുന്നതാ. ഞാൻ എണ്ണയുടെ കാര്യം പറഞ്ഞത് സത്യമോ? എങ്കിൽ നിങ്ങൾ തെളിയിക്ക്. അയ്യോ, ഞാൻ വെറുതെ മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കാനായി ഓരോന്നുണ്ടായിക്കൊണ്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് കേട്ടുകേൾവിയില്ലാത്ത വിലയും. ഇന്ന് നിർത്തണം ഇവരുടെ ഈ പണി. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാ.
ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാ. നല്ല എണ്ണയാ ഞങ്ങൾ ഉപയോഗിക്കുന്നതും, സത്യമാ. മാഡം, എന്താ അവിടെ ഒരു ബഹളം? ഒരു സ്ത്രീ മോശ സാധനങ്ങളുമായി ആളെ പറ്റിക്കാൻ വന്നിരിക്കുക. എല്ലാരും കൂടി കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ കളവ്, അല്ലെങ്കിൽ ആളെ പറ്റിക്കൽ. സത്യമ്മ, മാഡം, ഈ കള്ളിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. മായം കലർന്ന എണ്ണയിൽ പൊരിച്ച സാധനങ്ങള് ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുകയാണ് ഇവര്. എന്താ എന്താ ഇവിടെ പ്രശ്നം? സാറേ, ആരാ ഇവര്? എന്താ സാറേ, ഇത് മൊത്തം തട്ടിപ്പാ. ഇതില് പേരുമില്ല, സീലുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. ഇതുപോലുള്ള കള്ള തട്ടിപ്പുകാരൊക്കെ ആരെ കോമ്പൗണ്ടിലേക്ക് കയറ്റിവിട്ടെ? ഇതുപോലുള്ള കച്ചവടമൊക്കെ ഇതിനകത്ത് നിരോധിച്ചതല്ലേ? ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാരൊക്കെ ഇവിടെ പിടിച്ച് പുറത്തേളാൻ പറയും ഇവരൊക്കെ. സാറല്ലേ പറഞ്ഞത് ഇവിടെ വന്നാ കൂടുതൽ കച്ചവടം കിട്ടുമെന്ന്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചല്ലേ സാർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഞാനോ? അത് കൊള്ളാലോ. ഞാനെന്തിനാ നിങ്ങളോട് ഇവിടെ ഒന്ന് കച്ചവടം ചെയ്യാൻ പറയുന്നേ? അയ്യോ, നിങ്ങളെന്താ എന്റെ അമ്മയ്യോ മറ്റോ ആണോ? കള്ള കൂട്ടങ്ങളാ മാഡം. മാഡം പോലീസിനെ വിളിക്കുന്നോ അതോ ഞാൻ വിളിക്കണോ? ആരും വിളിക്കണ്ട. എല്ലാവരും എനിക്ക് മനസ്സിലായി. എല്ലാവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക്, ഞാൻ പൊയ്ക്കോളാം. തൃപ്തിയായല്ലോ നിനക്ക്?